നോർത്തും സൗത്തും ബേപ്പൂരും കൊടുവള്ളിയും ഒക്കെ അടങ്ങിയ കോഴിക്കോട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനൊക്കെ നമ്മൾ കണ്ടു. അഴിമതി ആരോപണമൊക്കെ വന്നിട്ടും MK രാഘവൻ MP ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കോഴിക്കോട് ഇക്കുറി അവസ്ഥ എന്താണ് പൊളിറ്റിക്കൽ മൂഡ്? നേരെ ചോദ്യങ്ങളിലേക്കാണ്. ആദ്യ ചോദ്യം, രാജ്യം ഭരിക്കുന്ന പാർട്ടി ED പോലെയുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതായി നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെന്ന് പറയുന്നവർ 27%, ഇല്ല എന്ന് പറയുന്നവർ 28%, നോ കമൻസ് എന്ന് പറയുന്നവർ അവിടെയും കൂടുതലാണ്. 45% പേരും നോ കമൻസ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ വിലയിരുത്തലുകൾ ഈ കണക്കുകളിലും കൃത്യമായി അതേപോലെ ബാധകവുമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്താണ്? വർഗീയതയ്ക്കെതിരായ വോട്ടെന്ന് പറയുന്നവർ 11%, അഴിമതിക്കെതിരായ വോട്ടെന്ന് പറയുന്നവർ 10%, വിലക്കയറ്റത്തിനെതിരായ വോട്ട് എന്ന് പറയുന്നവർ കോഴിക്കോട് മണ്ഡലത്തിൽ എത്രയാണ്? 36%. നമ്മൾ ഇതുവരെ കണ്ട മണ്ഡലങ്ങളിൽ ഒരൊറ്റ മണ്ഡലം മാത്രമാണ് വിലക്കയറ്റമല്ല ഫാക്ടർ എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ മണ്ഡലങ്ങളും വിലക്കയറ്റം തന്നെ പ്രധാന ഫാക്ടറാകുന്നു. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ 3%, രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നവർ 17%, സ്ഥാനാർത്ഥി മികവ് നോക്കി വോട്ട് ചെയ്യുന്നവർ 23%. കോഴിക്കോട് മണ്ഡലത്തിലും വിലക്കയറ്റം തന്നെയാണ്, ദൈനംദിന പ്രശ്നങ്ങൾ തന്നെയാണ് വോട്ടെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ തലത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാവ് ആരെ എന്ന ചോദ്യത്തിന് കോഴിക്കോട് മണ്ഡലത്തിൽ നരേന്ദ്രമോദി കിട്ടുന്ന മാർക്ക് 27%, രാഹുൽ ഗാന്ധി 53%, അരവിന്ദ് കെജ്രിവാൾ 4%, യോഗി ആദിത്യനാഥ് 0%, ഖർഗെ 1%, നിതീഷ് കുമാർ 2%, ശരത് പവാർ 0%, നിലപാടില്ലാത്തവർ 13%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചെന്ന് പറയുന്നു 4%, മികച്ചതെന്ന് പറയുന്നവർ 16% പേരാണ്. ശരാശരി ആവറേജ് സർക്കാർ എന്ന് പറയുന്നവർ കോഴിക്കോട് മണ്ഡലത്തിൽ 49%, മോശമെന്ന് പറയുന്നവർ 14%, വളരെ മോശം ദ വേഴ്സ്റ്റ് സർക്കാർ എന്ന് പറയുന്നവർ 12%, നോ കമൻസ് എന്ന് പറയുന്നവർ 5%. ഓക്കെ, നമ്മൾ വളരെ പെട്ടെന്ന് അടുത്ത ചോദ്യം, സർക്കാരിനെ വിലയിരുത്തി. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? വളരെ മികച്ചതെന്ന് പറയുന്നു 3%, മികച്ചതെന്ന് പറയുന്നവർ 19%, ആവറേജ് ശരാശരി എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ 40%, മോശമെന്ന് 17%, വളരെ മോശമെന്ന് 17%, അഭിപ്രായമില്ല നോ കമൻസ് എന്ന് 4% പേരാണ് പ്രതിപക്ഷത്തിന്റെ റേറ്റിംഗ് കോഴിക്കോട് മണ്ഡലത്തിൽ. ആറാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചെന്ന് പറയുന്നവർ 3%, മികച്ചതെന്ന് പറയുന്നവർ 13%, ശരാശരി എന്ന് പറയുന്നവർ 29%, മോശം 15%, വളരെ മോശം 18%, അഭിപ്രായമില്ല 22%. കോഴിക്കോട് മണ്ഡലത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് കിട്ടുന്ന ആവറേജ് ശരാശരി സർക്കാർ എന്ന ആ ഉത്തരം ഒരു ക്യൂറിയസ് കേസാണ്. നമുക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് UDF-ന് ഗുണം ചെയ്യുമോ? ചെയ്യുമെന്ന് പറയുന്നവർ 22%, ചെയ്യില്ല എന്ന് പറയുന്നവർ 34%, നോ കമൻസ് എന്ന് പറയുന്നവർക്കാണ് അവിടെ എണ്ണ കൂടുതൽ. 44% പേർ പറയുകയാണ് ഞങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല തൽക്കാലം എന്ന് പറയുകയാണ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് ആർക്കൊപ്പമാണ്? LDF എന്ന് പറയുന്നു 36% പേർ, UDF എന്ന് പറയുന്നു 32% പേർ, BJP 13%, അഭിപ്രായമില്ല 19%. എന്ന് പറഞ്ഞാൽ ഈ LDF-ന്റെ ആണോ UDF-ന്റെ ആണോ നിലപാടിൽ ആത്മാർത്ഥ സത്യസന്ധത എന്ന ചോദ്യത്തിന് അവിടെ മാർക്ക് UDF-നാണ്, LDF-നും ഒട്ടും കുറവല്ല 32%. പക്ഷേ കോഴിക്കോട് പോലും BJP-ക്കൊപ്പം നിൽക്കുന്നത് 13% പേർ നിൽക്കുന്നുണ്ട് എന്നത് കോഴിക്കോട്ടിൻ്റെ സവിശേഷതയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോഴിക്കോട് അവിടുത്തെ ഇസ്രായേൽ വിരുദ്ധ പലസ്തീൻ അനുകൂല മുന്നേറ്റങ്ങളുടെ റാലികളുടെയൊക്കെ ഒരു സെൻട്രൽ പോയിന്റ് ആയിരുന്നു, എപ്പിക് സെന്റർ ആയിരുന്നു. അവിടെയാണ് ആ കണക്ക് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒമ്പതാമത്തെ ചോദ്യം, LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ പദ്ധതിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട് എന്ന് പറയുന്നവർ 36%, ഇല്ല എന്ന് പറയുന്നവർ 33%. നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെയും നോ കമൻസ് എന്ന് പറയുന്നവരുടെ എണ്ണം തീരെ ചെറുതല്ല, 31% പേർ പറയുന്നു ഞങ്ങൾക്കറിയില്ല, അതേ മറുപടി എന്ന് പറയുകയാണ്. ഓക്കെ, പത്താമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ധനപ്രതിസന്ധിക്കും ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിനും ഉത്തരവാദി ആരെന്ന ചോദ്യത്തിന് സംസ്ഥാനം എന്ന് പറയുന്നു 21%, കേന്ദ്രം എന്ന് പറയുന്നവർ 27%, ഇരുവരും ചേർന്നാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത് 31%, നോ കമൻസ് അറിയില്ല എന്ന് പറയുന്നവരുടെ എണ്ണം 21%. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിലവിലെ MP-യുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചത് എന്ന് പറയുകയാണ് 8% പേർ, മികച്ചത് എന്ന് പറയുകയാണ് 7% പേർ, ശരാശരി എന്ന് പറയുകയാണ് 40% പേർ, മോശമെന്ന് പറയുന്നവർ 20%, വളരെ മോശമെന്ന് പറയുന്നവർ 6%, ഈ MP-യെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയാൻ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നവർ 19%. എന്ന് പറഞ്ഞാൽ MK രാഘവൻ MP-യുടെ പ്രവർത്തനങ്ങൾ ശരാശരി എന്ന് വിലയിരുത്തുകയാണ് കോഴിക്കോട്. സർവേയിൽ പങ്കെടുത്ത വോട്ടർമാർ ഡൗൺ ടു എർത്ത് MP എന്നൊരു സ്നേഹം കോഴിക്കോട്ടുകാർക്ക് എന്തായാലും അവരുടെ MP-യോടുണ്ട്. ഫോൺ എടുത്താൽ അപ്പോൾ കിട്ടിയില്ലെങ്കിലും പിന്നീട് തിരിച്ചു വിളിക്കുന്ന MP എന്നൊക്കെ അനുഭവമുള്ളവർ പറയാറുണ്ട്. എന്തായാലും രാഷ്ട്രീയ വിലയിരുത്തലിൽ അങ്ങനെ ഫോൺ എടുക്കലൊന്നും അത്ര കാര്യമുള്ള കാര്യമല്ലെങ്കിലും ആവറേജ് MP എന്ന് പറയുകയാണ്. ആവറേജ് എന്ന് പറയുമ്പോൾ അത്ര മോശമല്ല. എന്തായാലും നമ്മൾ ഇതുവരെ നോക്കിയ എല്ലാ മണ്ഡലത്തിലും മികച്ചത്, ഏറ്റവും മികച്ചത് എന്നൊരു റേറ്റിംഗ് കിട്ടിയ ഒരൊറ്റ MP പോലും ഇല്ല എന്നുകൂടി ഓർക്കണം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രധാന ചോദ്യം, വാഴുമോ വീഴുമോ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ഏത് മുന്നണി വിജയിക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ കരുതുന്നത്? UDF എന്ന് പറയുകയാണ് 40% പേർ,
LDF എന്ന് പറയുന്നവർ 36% പേരാണ്, BJP എന്ന് പറയുന്നവർ 13% പേരാണ്, മറ്റുള്ളവർ എന്ന് പറയുന്നവർ 2%, നോ കമൻസ് എന്ന് പറയുന്നവർ 9%. അപ്പോൾ കോഴിക്കോട് UDF നിലനിർത്തുമെന്ന് പറയുന്നു. പക്ഷേ കോഴിക്കോട് UDF നിലനിർത്തും എന്ന് പറയുമ്പോൾ പോലും 4.4% നേരിയ മുൻതൂക്കമാണ് കോഴിക്കോട് ഉള്ളത്. പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രദീപ് കുമാർ രംഗത്തിറക്കിയ LDFന്റെ ഇക്കുറി സ്ഥാനാർത്ഥി ആരെന്നത് ക്രൂഷ്യലാകും. ആദ്യം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ ചെറിയൊരു ഡിബേറ്റിലേക്ക് പോകുമ്പോൾ അനുജ, കോഴിക്കോട് അത് പ്രതീക്ഷിച്ചതാണോ ഈ റിസൾട്ട്? അതെ, ഇതിൽ എനിക്ക് കൗതുകം എന്ന് തോന്നിയത് ഈ പലസ്തീൻ ഇസ്രയേൽ ആ വിഷയത്തിൽ അത് LDFനൊപ്പം എന്നാണ് അല്ലേ നമ്മളുടെ ഇതിൽ കാണുന്നത്. ഈ റാലികൾ ഇവർ നടത്തിയതെല്ലാം കോഴിക്കോടാണ്, പക്ഷേ ഇവർ LDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഞാനൊരു കൗതുകം എന്ന തരത്തിലേക്ക് ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ പ്രവർത്തനം ശരാശരിക്ക് മുകളിൽ എന്ന തരത്തിലേക്കുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം MK രാഘവൻ ഇത് 4ാം തവണ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ 4ാം തവണ അദ്ദേഹം ഇറങ്ങുകയാണ്. ഹാട്രിക്ക് നേടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ജനകീയനാണ്, പൊതുവെ സ്വീകാര്യനൊക്കെയാണ്. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് അദ്ദേഹത്തിനെതിരെ ഒരു കോഴ ആരോപണം, അതൊരു നാഷണൽ ചാനൽ പുറത്തുവിട്ടതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ അപ്പോൾ പോലും പ്രദീപ് കുമാർ എന്ന ജനസമ്മതനായ MLA പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറിയും അത്തരത്തിലേക്ക് മലയോര മേഖലയിലെ സ്വാധീനമൊക്കെ നോക്കിക്കൊണ്ട് ആ ഒരു പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മറുവശത്ത് LDF വലിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. ആരെ നിർത്തുമെന്നൊക്കെയുള്ള ചില പേരുകളൊക്കെ ഇളമരം കരീം അടക്കമുള്ളവർ. പക്ഷേ അവർക്ക് ജനകീയരാണോ എന്ന് ചോദിച്ചാൽ അതിൽ സംശയമുണ്ട്. എന്നാൽ അവർ പാർട്ടിയിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ യുവാക്കൾ, സ്ത്രീകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, യുവ വോട്ടർമാർ. അപ്പോൾ ആ തരത്തിലേക്കൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഈ എക്സെപ്റ്റ് പലസ്തീൻ ഇസ്രയേൽ, മറ്റൊന്ന് കേരയിൽ പദ്ധതി അനുകൂലിക്കുന്നുണ്ട് എന്നതുകൂടി കൂടുതൽ ശതമാനം ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഗോപികൃഷ്ണൻ, ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ജനകീയനായ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പോലും 85,225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് MK രാഘവൻ. അന്ന് ഈ പറഞ്ഞ ഇലക്ഷൻ വോട്ടെടുപ്പിലേക്ക് പോകുന്നതിന് ദിവസങ്ങൾക്ക് മാത്രം മുൻപാണ് ഒരു ദേശീയ ചാനൽ സ്റ്റിംഗ് ഓപ്പറേഷൻ. അന്ന് MK രാഘവൻ പൊട്ടിക്കരയുന്നതൊക്കെ കണ്ടു. എന്നിട്ടും ഇനി എത്ര രാഹുൽ ഗാന്ധി എഫക്ട് എന്ന് പറഞ്ഞാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. അപ്പോൾ അത് UDF നിലനിർത്തും എന്നത് ഓൾമോസ്റ്റ് പ്രെഡിക്റ്റബിൾ ആണോ ഗോപി? ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല ഹാഷ്മി. കാരണം ഇപ്പോൾ ഈ MK രാഘവനെതിരെ ഉയർന്നു വന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്ന സമയത്ത് ഒരുപക്ഷെ അതിൽ ആദ്യത്തെ ഒരു അഭിമുഖം എടുത്തത് 24 ആയിരുന്നു. അന്ന് ചെന്ന് രാഘവേട്ടനോട് സംസാരിക്കുകയും അന്ന് അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങളൊക്കെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തതാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. എനിക്ക് തോന്നുന്നത് കോഴിക്കോട്ടെ സ്ഥിതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ MK രാഘവൻ എന്ന ജനകീയനായ ജനപ്രിയനായ പാർലമെൻറ്റേറിയന് MP-ക്ക് അവിടുത്തെ സംഘടനാ സംവിധാനത്തിൻ്റെ പിൻബലം പുതിയ സാഹചര്യത്തിൽ എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടും എന്ന കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജെയിംസ് സാറിന് ആ കാര്യത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ശശി തരൂർ പാർട്ടിക്കകത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ച് അദ്ദേഹം ചില വിവാദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് ഏതൊരു വിമതപക്ഷത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് MK രാഘവൻ. നമുക്കറിയാം അന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളും പിന്നീട് തുടർന്ന് അദ്ദേഹം പ്രസ്താവനകൾ തിരുത്തിയതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വഭാവത്തിലല്ല കോഴിക്കോട് പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് പാറ്റേൺ. അവിടെ MK രാഘവൻ എന്ന MP-ക്ക് അദ്ദേഹത്തിന്റെ ജനപ്രിയതയ്ക്ക് ഇപ്പോൾ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ ആളുകളുമായി വളരെയധികം കണക്ട് സൂക്ഷിക്കുന്ന, എപ്പോഴും ആളുകൾക്ക് ആക്സസിബിൾ ആയിട്ടില്ല, അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് ജനപ്രിയതയും സ്വീകാര്യതയും ഒക്കെ ഉണ്ട്. പക്ഷേ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പുതിയ കോൺഗ്രസിനകത്തെയൊക്കെ പുതിയ സാഹചര്യത്തിൽ MK രാഘവൻ എന്ന സ്ഥാനാർത്ഥിയെ തന്നെയാണ് വീണ്ടും ഇക്കുറിയും പരിഗണിക്കാൻ പോകുന്നതിൽ അദ്ദേഹത്തിന് പിന്നിൽ ഈ പാർട്ടി സംവിധാനം അടിയുറച്ച് നിൽക്കുമോ, അദ്ദേഹത്തിന് ആ നിലയ്ക്ക് ഒരു പൂർണ്ണമായും സംഘടനാ സംവിധാനത്തിന് പിൻബലം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇറ്റ് ഈസ് ടു ഏർലി ടു പ്രെഡിക്റ്റ്. നമുക്കത് പ്രവചിക്കാൻ കഴിയുന്നതല്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ശരാശരിക്ക് മുകളിൽ വിലയിരുത്തിയിട്ടുണ്ട് കോഴിക്കോട്ടെ ജനങ്ങൾ എന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു പ്രവചനത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ നോക്കിയ കാര്യങ്ങളിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ കാര്യത്തിൽ UDF-ന്റെ നിലപാടിനേക്കാൾ ഇടതുപക്ഷത്തിന്റെ നിലപാടിനോട് ചേർന്നാണ്. അത് മാത്രമല്ല, ഇതുപോലെ സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്ന ചോദ്യത്തിന് 48.5% പേർ അവിടെ ശരാശരി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷ വിഷയത്തിൽ LDF-നൊപ്പം 36.3 പറയുകയാണ്. കേരള വിഷയത്തിൽ അനുകൂലിക്കുന്നത് 36.4 പേർ പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പല പ്രധാനപ്പെട്ട ചോദ്യത്തിലും CPM-ന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന മറുപടി കോഴിക്കോട് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് MK രാഘവന്റെ നില അവിടെ അത്ര സുശക്തമാണ് അല്ലെങ്കിൽ വളരെ സുരക്ഷിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും മറ്റ് പാനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. വിജയകുമാർ, വസീഫിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. വസീഫ് ആണെങ്കിൽ കൊടകരക്കാരനാണ്, കൊടുവള്ളിക്കാരനാണ്. കൊടുവള്ളി
അവിടെ ബാലികാറാമലയാണ് എന്നൊക്കെയുള്ള ചില പ്രതീക്ഷകൾ വസീഫിനെ മുന്നോട്ടേക്ക് വെക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. എന്തും സംഭവിക്കാം. എന്താണ് വിലയിരുത്തൽ? ഹാഷ്മി, ഇവിടെ UDF-ന് അനുകൂലമായ വളരെ ചുരുക്കം ഘടകങ്ങളെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ കാണുന്നുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് MK രാഘവൻ എന്ന MP തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ മണ്ഡലത്തിലെ സാന്നിധ്യം തന്നെയാണ്. സിറ്റിംഗ് MPമാർക്ക് എല്ലാവർക്കും സീറ്റ് കൊടുക്കുമെന്ന് കോൺഗ്രസ് അനൗദ്യോഗികമായി കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ MK രാഘവൻ അവിടെ സീറ്റ് കിട്ടും എന്ന് കരുതാം. അതല്ല, ശശി തരൂരിനെ പിന്തുണയ്ക്കുകയും ശശി തരൂരിൻ്റെ നിലപാടുകൾക്കൊപ്പം നിന്ന് സംസ്ഥാനത്തൊട്ടാകെയും നല്ല ഒരുപക്ഷെ ഡൽഹിയിലൊക്കെ പോയി തരൂരിന് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ് MK രാഘവൻ. കോൺഗ്രസ് തരൂരിനെ പല ഘട്ടങ്ങളിലും കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തള്ളിപ്പറഞ്ഞപ്പോഴും അങ്ങനല്ല, തരൂരിനൊപ്പം ആളുകളുണ്ട് എന്ന് കാണിച്ചത് MK രാഘവൻ്റെ ഇടപെടലായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇനി MK രാഘവനെ ഏതെങ്കിലും തരത്തിൽ നേതൃത്വം ഇടപെട്ട് അവിടെ ഒന്ന് മാറ്റി നിർത്തുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പിലെ മണ്ടത്തരം എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ കഴിയൂ. എന്തായാലും MK രാഘവൻ എന്നതാണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ പോസിറ്റീവായ ഘടകങ്ങളിൽ വളരെ ചുരുക്കം ഘടകങ്ങളേ ഉള്ളൂ. അത് ഈ സർവേയിൽ തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്, അതിൻ്റെ റിസൾട്ടിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് MK രാഘവൻ എന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ MK രാഘവൻ എന്ന പാർലമെന്റ് അംഗത്തിന്റെ ആ മണ്ഡലത്തിലെ സാന്നിധ്യമാണ്. അത് തന്നെ ആയിരിക്കും അവിടെ ഗുണം ചെയ്യുക. ഇനി അത് മാറി മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് പോയാൽ ഞാൻ ഈ കാണുന്ന ഈ നേരിയ മുൻതൂക്കം എന്നത് അത് കുറെ കൂടി ടഫാവും UDF-നെ സംബന്ധിച്ചെന്നതാണ് എനിക്ക് ഈ സർവേ റിസൾട്ട് ആകെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ വിലക്കയറ്റം കഴിഞ്ഞാൽ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം സ്ഥാനാർത്ഥി മികവാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല ജെയിംസ്, അവിടെ അങ്ങനെ സ്ഥാനാർത്ഥി മികവ് എന്ന് പറയുമ്പോൾ പോലും എന്താണ് MK രാഘവൻ അല്ലാതെ മറ്റൊരു പേര് അവിടെ കോൺഗ്രസ് വൃത്തങ്ങൾ കേൾക്കാനില്ല. അങ്ങനെ ആലോചിച്ചാൽ നമുക്കും കിട്ടില്ല. MK രാഘവനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ചിന്തിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അദ്ദേഹം ജനകീയനാണ് എന്നുള്ളത് തന്നെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഗോപി പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവിടുത്തെ സംഘടനാ സംവിധാനം കോൺഗ്രസിൻ്റെ നിൽക്കുമോ എന്നുള്ളത്. പക്ഷേ ആ സംഘടനാ സംവിധാനത്തിൽ തന്നെ എപ്പോഴും കേരളത്തിൻ്റെ ഒരു ജനകീയ മനസ്സെന്ന് പറയുന്നത് പാർട്ടിക്കപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ കലാപം ഒരു ന്യായമായ കാര്യത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്നവരോട് ഒരു മമത നിഷ്പക്ഷ വോട്ടർമാർക്ക് ഇടയിലുണ്ട്. അത് ശശി തരൂരിനെ ആദ്യമായി സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളെതിരായിട്ട് നിന്നതാണ്. പക്ഷേ ജനം കൂടെ നിന്ന് 1 ലക്ഷം വോട്ടിന് ജയിപ്പിച്ചു. അപ്പോൾ ശശി തരൂരിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ പാർട്ടിയിലെ ഒരുപാട് പേര്, ചില നേതാക്കൾ ഒഴിച്ച് ആരും അദ്ദേഹത്തിനെതിരെ നിൽക്കും. അതുപോലെ ഞാൻ ഗോപിയോട് അല്പം വിയോജിക്കുകയാണ്. മറ്റേ MK രാഘവൻ അതിൻ്റെ പേരിൽ സംസ്ഥാനത്തൊട്ടാകെ ഇമേജ് കൂടിയിട്ടേ ഉള്ളൂ. നിലവിലുള്ള ലീഡർഷിപ്പിൽ കഴിവുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തിട്ടുള്ളൂ. അദ്ദേഹം ഗ്രൂപ്പ് കളിക്കുകയല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ മുസ്ലിം ലീഗ് പറഞ്ഞു, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു, ശശി തരൂരിനെ പോലൊരു നേതാവിനെ നിങ്ങൾ ഉയർത്തി കാണിക്കണം, അദ്ദേഹത്തെ ഉപയോഗിക്കണമെന്ന് തുറന്ന് പറഞ്ഞത് ഒരുപക്ഷെ കോൺഗ്രസിൽ മാത്രമല്ല മറ്റ് സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരിൽ പോലും അത് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾക്കൊക്കെ അസ്വാരസ്യം ഉണ്ടാവാമെങ്കിലും ജനങ്ങൾക്ക് അത് MK രാഘവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വീകാര്യത ലഭിച്ചു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. എന്ന് മാത്രമല്ല, നമ്മളിതിൽ സർവേയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് 55% ഇതുണ്ട്, എതിരായിട്ട് 26%. അദ്ദേഹത്തെ ശരാശരിയാണ് വിലയിരുത്തിയതെങ്കിലും അക്കാര്യത്തില് വിലയിരുത്തലാണ്. അതിനേക്കാൾ അപ്പുറമാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതുവരെ പരിശോധിച്ച ഒറ്റ മണ്ഡലങ്ങളിലും മികച്ചത്, വളരെ മികച്ചത്, എക്സലന്റ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഇല്ല. അപ്പോൾ എല്ലാം ഇപ്പോൾ നമ്മുടെ ഈ റിസൾട്ട് പ്രകാരം ശരാശരി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മികച്ച MP എന്ന വിലയിരുത്തലാണ്, ഒരു റേറ്റിംഗ് ആണ്. ഞാൻ അഖിലേക്ക് തോന്നുന്നു. അഖിൽ, ഇവിടെ എന്താണ് ലോക്സഭയിൽ MK രാഘവൻ MP എത്ര ചോദ്യങ്ങൾ ചോദിച്ചു അല്ലെങ്കിൽ എത്ര വിഷയങ്ങൾ കൊണ്ടുവരുന്നു എന്നത് വേറെ ചോദ്യം, വേറെ ഡിബേറ്റബിൾ ആണ്. എന്തായാലും ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയാൽ ആൾക്കാർക്ക് ആക്സസബിൾ ആണ്. അവർ വിളിച്ചാൽ ഫോണിൽ കിട്ടുന്നുണ്ട്. അവരുടെ രാഘവേട്ടനാണ്. ഇനി എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും ഒരു വ്യക്തി സൗഹൃദം എന്നൊക്കെയുള്ളത് പ്രധാനമാണല്ലോ. അത് MK രാഘവൻ അനുകൂലമാണെന്ന് തോന്നുന്നു ശരാശരി കണക്ക് കാണുമ്പോൾ. MP-യുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ശരാശരി എന്ന ജനം വിലയിരുത്തുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മണ്ഡലത്തിൽ നമ്മൾ സർവേ നടത്തിയത് 4 അസംബ്ലി മണ്ഡലങ്ങളിലാണ്. കോഴിക്കോട് നോർത്ത്, സൗത്ത്, ബേപ്പൂര്, കൊടുവള്ളി. അതിൽ ബേപ്പൂര്, കോഴിക്കോട് നോർത്ത്, സൗത്ത് മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം എല്ലാ കാലവും നിൽക്കുകയും കൊടുവള്ളി UDF-നെ നമ്മൾ കൊടുവള്ളി എടുക്കാൻ തന്നെ കാരണം പൊതുവേ കോഴിക്കോടിൻ്റെ റിസൾട്ട് നമ്മൾ ലോക്സഭയിൽ നോക്കുമ്പം UDF-ന് ഒരു വലിയൊരു എഡ്ജ് കൊടുക്കുക, ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് കൊടുവള്ളി. പക്ഷേ കൊടുവള്ളിയിലെ സർവേയിൽ നമ്മൾ ചെയ്തപ്പം കൊടുവള്ളിയിലെ സാമ്പിൾ മാത്രമായി നമ്മൾ നോക്കിയപ്പോഴും UDF-ന് അത്ര ആശ്വാസകരമായ റിസൾട്ട് അല്ല. പൊതുവേ നമ്മളിത് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഈ സർവേ റിസൾട്ടിൽ 4% വ്യത്യാസം മാത്രമാണ് LDF UDF തമ്മിൽ കാണുന്നത്. എല്ലാ രാഷ്ട്രീയ ചോദ്യങ്ങളോടും കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിയ വോട്ടർമാരായിരുന്നു നമ്മുടെ സർവേയിൽ പങ്കെടുത്തു. നമുക്കറിയാം, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ അഭിപ്രായമില്ല എന്നുള്ളത് 20
50 താഴെ വരുന്ന ഒരു മണ്ഡലം കോഴിക്കോടാണ്. അവിടെ എൽ ഡി എഫിനെ അനുകൂലിക്കുകയും ചെയ്യണം. അപ്പം രാഷ്ട്രീയ ചോദ്യങ്ങളോട് കൃത്യമായി ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ പൊളിറ്റിക്കലി ആണ് ആ മണ്ഡലത്തിലെ വോട്ടർമാർ കുറച്ച് പൊളിറ്റിക്കലി വോട്ട് ചെയ്യുന്നവരാണ്. ഈ മണ്ഡലത്തിലെ വിജയപരാജയ സാധ്യതകൾ നിർണ്ണയിക്കുന്നത് കൊടുവള്ളി മണ്ഡലമായിരിക്കും. ബാക്കി 6 അസംബ്ലി മണ്ഡലങ്ങളും LDF കാലാകാലങ്ങളായി നിയമസഭയിലേക്കും മറ്റും ജയിക്കുകയും വലിയ ലീഡ് കൊടുക്കുകയും ചെയ്യുന്നു. ഏലത്തൂര്, ബാലുശ്ശേരി പോലെയുള്ള മണ്ഡലങ്ങൾ, ബേപ്പൂര് പോലെയുള്ള മണ്ഡലങ്ങൾ. അപ്പം കൊടുവള്ളി മണ്ഡലത്തിൽ നമ്മൾ സർവേ നടത്തിയിട്ടും, കൊടുവള്ളി മണ്ഡലം ഉൾപ്പെടെ സർവേ നടത്തിയിട്ടും UDF 4% ലീഡേ ഉള്ളൂ എന്ന് UDF 4% ലീഡേ ഉള്ളൂ എന്ന് പറയുന്നത് അത്ര ശുഭകരമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സർവേയിൽ UDF MK രാഘവൻ MP ആണ് മത്സരിക്കുന്നതെന്ന് കരുതി ഒരുപക്ഷെ ജനം UDF ജയിക്കുമെന്ന് പറഞ്ഞത് ആയിരിക്കാമെന്ന് വിലയിരുത്താം. അത്ര പൊളിറ്റിക്കലി സ്ട്രോങ് സേഫ് ആണ് എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ ചോദ്യങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷ വിഷയത്തിലാവട്ടെ, ED ചോദ്യത്തിലാവട്ടെ, കേരള ചോദ്യത്തിലാവട്ടെ, ദേശീയതലത്തിൽ BJPക്ക് ബദലാകാൻ സഖ്യത്തിന് കഴിയുമോ, ഇന്ത്യ സഖ്യത്തിന് കഴിയുമോ ചോദ്യത്തിനാവട്ടെ, ഒക്കെ CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ ലൈനോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ ലൈനോട് ചേർന്ന് നിൽക്കുന്ന മറുപടിക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളതും. MK രാഘവൻ MP 4% വ്യത്യാസത്തിൽ അവിടെ UDF ആ മണ്ഡലം നിലനിർത്തുമെന്ന് പറയുമ്പോൾ പോലും ഇനിയുള്ള 4 മാസങ്ങളിൽ സാഹചര്യം മാറിക്കൂടാ എന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.